നമസ്കാരം. എൻ്റെ ക്യൂരിയസ് എന്നാണ്. കേരള PC നടത്തിയിരുന്ന മത്സ്യപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബേസിക് മാത്സിന്റെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ശരാശരി പഠിച്ചിരുന്നു. ശരാശരിയുടെ ബേസിക് ട്രിക്സും ഒപ്പം തന്നെ അതിന്റെ അടിസ്ഥാനവും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ശരാശരിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ എക്സാംസിന് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ 10 ഒപ്പം കുറച്ച് അഡീഷണൽ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കും. ഒപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ നമ്മുടെ ചാനലിനെ പറ്റി അറിവ് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കത് മറ്റുള്ള പുതിയ വീഡിയോകൾ ചെയ്യുമ്പോൾ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു ക്ലാസ്സിലെ 15 കുട്ടികൾക്ക് ലഭിച്ച മാർക്ക് 465. ഒരു ക്ലാസ്സിലെ ആകെ കുട്ടികൾ എത്രയാണ്? നമുക്ക് അതിന് ഒരു കാര്യം ചെയ്യാം. ആവറേജിന്റെ നമ്മൾ പഠിച്ച ആ എളുപ്പ വഴി ചെയ്തെങ്കിടാം. ട്രിക്കായിട്ട് പഠിച്ചു വെച്ചതാണ് ഒരു ട്രയാങ്കിളിന്റെ മോഡല്. ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ഭാഗം ആകെ എണ്ണമാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിൽ അടക്കാം. ഒരു ക്ലാസ്സിലെ 15 കുട്ടികൾക്ക് ലഭിച്ച മാർക്ക് 465 ആണ്. അപ്പോ 15 കുട്ടികളുടെ എണ്ണം, ആകെ കുട്ടികളുടെ എണ്ണം n എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. കുട്ടികളുടെ എണ്ണം 15. കുട്ടികൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണ്? മാർക്ക് തുക, ആകെ മാർക്ക് എന്ന് പറയുന്നത് 465 ആണ്. ഓക്കെ, അവരുടെ ശരാശരി മാർക്ക് എത്ര എന്നാണ് ചോദ്യം. ശരാശരി മാർക്ക് എത്ര? ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ്? ശരാശരി കണ്ടുപിടിക്കണം. ആവറേജ് വളരെ സിമ്പിൾ ആണ്. ഏറ്റവും ബേസിക് റൂളുമാണ്. ഫസ്റ്റ് പഠിച്ചത് ഇതാണ്, ശരാശരിയാണ്. ശരാശരി ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് എന്ന് പറയുന്നത് സം, ആകെ തുക. ഇതെന്ന് വെച്ചാൽ ഹരണവും ഇത് ഗുണനവുമാണ്. നമ്മൾ പഠിച്ചിരുന്നു. അപ്പം സം ഡിവൈഡ് ബൈ n, സം ഡിവൈഡ് ബൈ n, ഇതാണ് നമ്മൾക്ക് ചെയ്യേണ്ട സമവാക്യം. അടിസ്ഥാന സമവാക്യം ഇതാണ്. ഇനി ഇത് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയല്ലോ. 465 ഡിവൈഡ് ബൈ 15 അല്ലേ? നമുക്ക് ഹരിക്കാം. ക്രിയേറ്റ് ചെയ്യുമ്പോ 15 3 5 15 ശിഷ്ടം 1 15 1 ഒരു 15 15 31. അപ്പോ ഉത്തരം 31 ആണ്. ഹരിച്ചത് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പോ ഒന്നുമില്ല. 15 ഗുണം ആദ്യത്തെ 2 സംഖ്യകൾ ഞാൻ എടുത്തു. 15 കൊണ്ട് ഗുണിച്ചു നോക്കി. 15 25 30 30 3 15 45. അപ്പൊ 45 46 45 മാറ്റി ബാക്കി ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പൊ 15 3 45 ആണ്. അത് അവിടെ അടങ്ങി. ബാക്കിയുള്ളത് 1 ആണ്. 1നെ നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് 15 വായിച്ചു. ഒരു 15 15 അങ്ങനെയാണ് 31 വന്നത്. അത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇത് സംശയം വരുന്നതിന് വേറൊന്നും ചെയ്യേണ്ട. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ഹരിക്കുക, എഴുതി അങ്ങ് ഹരിക്കുക. എളുപ്പമൊഴി ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ എഴുതി കഴിക്കാം. 3 15 എത്രയാണ്? 45 ശിഷ്ട 1 5 ഒരു 15 15. ഓക്കെ, ഇപ്പോഴും കിട്ടിയ 31 അല്ലേ? അപ്പൊ 31 ഇന്നത്തെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. 1 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആവറേജ് ആണുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത് ചോദ്യത്തിലോട്ട് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് ഉണ്ടാത്തത്. 24 കുട്ടികളുടെ ശരാശരി ഭാരം 45 കിലോഗ്രാം. ചോദ്യം തന്നിട്ടുള്ളത് കുട്ടികളുടെ എണ്ണം 24 കുട്ടികൾ. അപ്പോ n നമ്പർ എന്ന് പറയുന്നതാണ്. കുട്ടികളുടെ എണ്ണം പറയുന്നത് 24 ആണ്. കുട്ടികളുടെ ശരാശരി ഭാരം, അപ്പോ ആവറേജ് തന്നിട്ടുണ്ട്. ശരാശരി ഭാരം, ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 45 കിലോഗ്രാം. 45 കിലോഗ്രാം ആണ് ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 24 കുട്ടികൾ, അവരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 45 കിലോഗ്രാം. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആകെ ഭാരമാണ്. ഇവയുടെ ആകെ ഭാരം സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? ടോട്ടൽ വെയിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നമുക്ക് അവിടെ ഇക്വേഷൻ ഉണ്ട്. ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ഭാരം ഭാഗം ആകെ എണ്ണം എന്നാണ്. ആകെ തുക എന്നുള്ള മുകളിലും താഴെയാണ് ശരാശരി നമ്പർ കിടക്കുന്നത്. ഇത് ഈ വര എന്നുള്ളത് ഗുണനത്തിന്റെയാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട സമ്മാണ്. സം മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എയും എന്നും. എ ഗുണം എൻ, അതായത് 45 ഗുണം 24 ചെയ്താൽ ആകെ എത്ര ഭാരമുണ്ടെന്ന് കിട്ടും. ഇത് സിമ്പിൾ ആണ്. ഇതിന്റെ തിയറി ഞാൻ
കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സംശയമുള്ള ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതെടുത്ത് കണ്ടാൽ മതിയാവും. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാം. നമ്മൾ പഠിപ്പിച്ച കാര്യം തന്നെയാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അങ്ങ് പോവുകയാണ് തൊട്ട്. 45 ഗുണം 24 എത്രയാണ്? എളുപ്പത്തിൽ ചെയ്യാമല്ലോ. 45 450 450 900 പിന്നെ 45 ഗുണം 4 900 പ്ലസ് 45 ഗുണം 4 എത്രയാണ്? 14 20 0 ശിഷ്ടം 2 16 16 18 180 1080 ആണോ? 1080 ആണോ? യെസ്. ഓക്കെ, സംഭവം സിമ്പിൾ ആണ്. ഞാൻ 24 ഞാൻ എന്ത് ചെയ്യുന്നറിയോ? 20 പ്ലസ് 4 എന്നാക്കി. 24 20 പ്ലസ് 4 എന്നാക്കിയിട്ട് ഗുണിച്ചു എടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ 45 ഗുണം 10 എന്ന് പറയുന്നത് 450 ആണ്. 450 ആണ് 45 ഗുണം 10. അപ്പൊ ഇവിടെ 20 ഉണ്ട്, അപ്പൊ 2 10 ഉണ്ട്, 450. അപ്പൊ എന്തായി? 900 ആയി അല്ലേ? 900 ആണ് ഞാൻ എഴുതാത്തത്, 900. പിന്നെ ഞാൻ ബാക്കിയുള്ള 4നെ കൊണ്ട് ഗുണിച്ചു 45നെ. 45 ഗുണം 4 എത്രയാണ്? 180. കൂട്ടിയപ്പോൾ 1080. ഇത് കണക്കിൽ നമ്മൾക്ക് എപ്പോഴും എളുപ്പ വഴികൾ പഠിച്ചു വെക്കണം കണക്ക് ചെയ്യുമ്പോൾ, അതിനുവേണ്ടി മാത്രം പഠിച്ച് ചെയ്ത് വെച്ചാണ്. അപ്പൊ ഉത്തരം എത്രയാണ്? 1080 കിലോഗ്രാം. വളരെ സിമ്പിൾ ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ, കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്, കുട്ടികളുടെ ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആകെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻ. തമ്മിലുള്ള നമ്പർ, കുട്ടികളുടെ എണ്ണവും അവരുടെ ശരാശരി ഭാരവും കൂടെ ഗുണിച്ചാൽ മാത്രം മതി, ഉത്തരം കിട്ടും. ഓക്കെ, കുറച്ച് ചെയ്തിട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. തുടർച്ചയായിട്ടുള്ള കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്, അവയുടെ ശരാശരി കാണുക. ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ മോഡൽ 9ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതുമാണ്. അപ്പൊ നോക്കാം. മൊത്തം 10 15 20 25 30 35 40 45 50. ഓക്കെ, 1 2 3 4 5 6 7 8 9 9 സംഖ്യകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിനെ കണ്ടുപിടിക്കാൻ പല മെത്തേഡുകളുണ്ട്. നമുക്ക് സാധാരണ പഠിച്ച രീതിയിൽ ആകെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടി അവയുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴും ശരാശരി കിട്ടും. അതായത് 10നെ 15നെ 20നെ 25നെ ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് 50 സംഖ്യകളെ എഴുതുക, കൂട്ടിയിട്ട് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ കൂട്ടിയെ 9 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ശരാശരി കിട്ടും. അതാണ് ഒരു മെത്തേഡ്, ബേസിക് മെത്തേഡ്, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മെത്തേഡ്. അത് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് വരുന്നത്? സമയനഷ്ടമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുന്നത് എളുപ്പമുള്ള വഴികളായിരിക്കണം എപ്പോഴും. നമുക്ക് നോക്കാം. ഇതെന്താണ്? ഒരു ശ്രേണിയാണെന്ന് കണ്ടാൽ മനസ്സിലാവും. 5 വെച്ച് പൊതുവ്യത്യാസം, 2 സംഖ്യകൾ, തുടർച്ചയായ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. 10നോട് 15 5 കൂടണം, 5 കൂട്ടുമ്പോൾ 20, 5 കൂടി 20. ഇങ്ങനെ ഇത് മൊത്തം വരുന്നത് എന്താണ്? 5 കൂട്ടി വരുന്ന സംഖ്യയാണ്. അപ്പൊ ഇതൊരു സമാന്തര ശ്രേണിയിലാണ്. ഓക്കെ, അപ്പോ സമാന്തര ശ്രേണിയിലായിരിക്കുമ്പോ ഉള്ള സംഖ്യകളുടെ ശരാശരി കാണുവാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 വെച്ച് ഹരിച്ചാൽ മതിയാവും. അപ്പൊ ഇവിടുത്തെ ഇത് തുടർച്ചയായിട്ടുള്ള സമാന്തര ശ്രേണി നമുക്ക് മനസ്സിലായി. സമാന്തര ശ്രേണിയായിട്ടുള്ള സംഖ്യകളുടെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പദവും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടിയിട്ട് അതിനെ 2 വെച്ച് ഹരിച്ചാൽ മതിയാവും. അപ്പൊ ഇവിടെ എത്ര? 10 50. 10 പ്ലസ് 50 എത്ര വരും? 10 പ്ലസ് 50 60/2. 60 ഭാഗം 2 ഉത്തരം 30. ഓക്കെ, 30 ആണ് ഇവിടുത്തെ ശരാശരി. പിന്നീട് ഒരു കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ, തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകളുടെയോ തുടർച്ചയായിട്ടുള്ള ഒറ്റയക്ക സംഖ്യകളുടെയോ തുടർച്ചയായിട്ടുള്ള ഇരട്ടയക്ക സംഖ്യകളുടെ എല്ലാത്തിന്റെ എന്താണ് ശരാശരി എന്ന് പറയുന്നത്? അതിന്റെ നടുക്കുള്ള സംഖ്യ ആയിരിക്കും. കൃത്യമായിട്ട് നടുക്കുള്ള സംഖ്യകളാക്കി അല്ലേ പഠിപ്പിച്ചായിരുന്നു. അപ്പൊ ഇവിടെയും ആ രീതി വരുന്നുണ്ട്. ഓക്കെ, 4 സംഖ്യകൾ മാറ്റി, ഇവിടുന്ന് 4 സംഖ്യകൾ മാറ്റി കഴിഞ്ഞാൽ ബാക്കി നടുക്കുള്ളത് എന്താണ്? 30 ആണ്. അത് തന്നെയല്ലേ ശരാശരി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കണ്ടിരിക്കാം. നിങ്ങളിപ്പോ ഇത് നോക്കിയാൽ മതി, ഇത് സ്കിപ്പ് ചെയ്താൽ അത് മറ്റുള്ള കേസുകൾ എടുത്താൽ മതി. ഇവിടെ എന്താണ്? തുടർച്ചയായിട്ടുള്ള ശ്രേണിയാണ്. അതായത് 2 തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ തമ്മിലുള്ള എല്ലാ സംഖ്യകളുടെയും പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 വെച്ച് കൂട്ടി വരുന്നു. 3 വെച്ച് കൂട്ടി വരുന്നാലും എല്ലാം ഇതേ രീതി ശ്രേണി തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേ എന്ത് ചെയ്യാം? ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിൽ കൂട്ടിയിട്ട് അവയെ 2 കൊണ്ട് ഹരിക്കുക. പൊതുവായിട്ട് 2 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ മെത്തേഡാണ്. അല്ലാതെ നമ്മളിപ്പോ 50 45 ഇതെല്ലാം കൂടെ എഴുതി കൂട്ടുമ്പോഴും എന്തെന്നാ കിട്ടുന്നത്? 30 തന്നെ കിട്ടും. സംശയം നമുക്ക് ചെയ്തു നോക്കാം. 50 10 60 40 50 60 160 60 150 60
ഇപ്പൊ എത്രയായി? 6 3 18ആയി. 18ഉം 6 6 12 3 18 6 6 12 3 18 4 6 24 24ഉം 3ഉം 27 270ആയി. ഞാൻ കൂട്ടിയത് മനസ്സിലാക്കണല്ലോ. ഈ 50ഉം ഈ 10 കൂട്ടി അപ്പൊ 60 വന്നു. 45ഉം 15ഉം 60, 40ഉം 20ഉം 60, 35ഉം 25ഉം 60. അപ്പൊ തന്നെ 60 60 60 60 അതാകെ 460. 6 24 240. 240 30 കൂട്ടുമ്പോ 270. 270 നമുക്ക് എത്ര എണ്ണം കഴിക്കാം? 9. 1 2 3 4 5 6 7 8 9. 9 കൊണ്ട് ഹരിക്കാം. ഓക്കെ, 9 3 ആണ് 27 അല്ലേ? അപ്പം 30 270. മനസ്സിലായോ? ഇതന്നല്ലേ അവിടെ വന്നേക്കുന്നേ. ഇങ്ങനെയും ചെയ്യാം. ഏതാണ് എളുപ്പം അത് സ്വീകരിക്കുക. ബേസിക് മെത്തേഡ് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു ഓഫീസിലെ ജീവനക്കാരുടെ ശരാശരി പ്രായം 44 ഒരു ഓഫീസിലെ ജീവനക്കാരുടെ ശരാശരി പ്രായം, ആവറേജ് വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 44 ആണ്. 4 വർഷം മുമ്പ് അവരുടെ ശരാശരി പ്രായം എന്തായിരുന്നു? അപ്പൊ ഇവിടെ നമുക്ക് ജീവനക്കാരുടെ എണ്ണം തന്നിട്ടില്ല, അവരുടെ ആകെ വയസ്സ് തന്നിട്ടില്ല. ഒറ്റ കാര്യം തന്നിട്ടുള്ള എന്താണ്? ഒരു ഓഫീസിലെ ജീവനക്കാരുടെ ശരാശരി പ്രായം 44 ആണ്. 4 വർഷം മുമ്പ് അവരുടെ ശരാശരി പ്രായം എന്തായിരുന്നു? വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ എന്താണ് ഉത്തരം കിട്ടും. ഇപ്പോഴത്തെ ജീവനക്കാരുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 44 വയസ്സാണ്. അതായത് അവിടെ എത്ര ജോലിക്കാരുണ്ടായിക്കോട്ടെ അവരുടെ എല്ലാവരുടെയും ശരാശരി പ്രായം എന്ന് പറയുന്നത് 44 വയസ്സാണ്. എല്ലാവർക്കും 44 വയസ്സാണ് ശരാശരി പ്രായം വരുന്നത്, ഇപ്പോഴുള്ള എല്ലാവർക്കും. ഇവർക്ക് 4 വർഷം മുമ്പ് എല്ലാവർക്കും ഒരുപോലെ 4 വയസ്സ് കുറയുന്നില്ലേ? ഒരാൾക്ക് മാത്രമല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ശരാശരിയിൽ 4 വയസ്സ് കുറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 44 നിന്നും 4 വർഷം കുറച്ചേക്കുക. ഉത്തരം വരുന്നത് 40. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നുമില്ല, നമ്മൾ നോക്കിയത് എന്താണ്? ഇപ്പോഴത്തെ എല്ലാവരുടെയും ശരാശരി പ്രായം. ശരാശരി പ്രായം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശരാശരി പ്രായം 44 ആണ്. 4 വർഷം മുൻപാകുമ്പോൾ എല്ലാവർക്കും 4 വയസ്സ് തുല്യമായിട്ട് കുറയുന്നു. 4 വയസ്സ് 4 വയസ്സ് തുല്യമായിട്ട് കുറയുമ്പോഴത്തേ എന്താണ്? 44 4 കുറയ്ക്കുക 40 ആണ്. 4 വർഷം മുമ്പത്തെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 40 വയസ്സ്. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. 10 താഴെയുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി എന്ത്? 10 താഴെയുള്ള അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. 10 താഴെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 2 3 5 7. ഓക്കെ, 2 3 5 7 ഇവയുടെ ശരാശരി കണ്ടാൽ മാത്രം മതിയല്ലോ. സിമ്പിൾ മെത്തേഡ് അല്ലേ? 7 3 10 17. 17 ഭാഗം 4 ചെയ്യുമ്പോൾ കിട്ടും 4 3 12 3 15. 17 ഭാഗം 4 4 16. 4 16 ശിഷ്ടം 1 10 24 8 5 4.25. സിമ്പിൾ ആയിട്ട് ചെയ്തതാണ്. 17 ഭാഗം 4 ചെയ്ത് നോക്കാം. ഓക്കെ, 4 16 ആണെന്നറിയാം. ശിഷ്ടം 1 വന്നു, പോയിന്റ് കൊടുത്തു, 0 താത്തിറക്കി. 24 8 ശിഷ്ടം 2 0 താത്തിറക്കി. I4 20. ഓക്കെ, അപ്പൊ 4.25. നമ്മൾ ചെയ്ത ചോദ്യം എന്താണ്? 10 താഴെയുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? 10 താഴെയുള്ള അഭാജ്യ സംഖ്യ. നമുക്കപ്പം ഇത് ചെയ്യണമെങ്കിൽ എന്ത് അറിയണം? അഭാജ്യ സംഖ്യ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ള പഠിച്ച് നമ്മൾ തുടങ്ങിയ ക്ലാസ്, ഈ ക്ലാസിന്റെ സെക്ഷൻ തുടങ്ങിയ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സംശയമുള്ളവർ ആ വീഡിയോ കാണാൻ അതിനെപ്പറ്റി. അതിനകത്ത് നമ്മൾ അഖണ്ഡ സംഖ്യകള്, അഭാജ്യ സംഖ്യകള്, ഭാജ്യ സംഖ്യകള്, ഇഷ്ടംപോലെ സംഖ്യകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് എടുത്ത് കാണുക. അപ്പൊ ഇവിടെ നമ്മൾ 10 താഴെയുള്ള സംഖ്യകൾ കണ്ടെത്തി, അഭാജ്യ സംഖ്യകൾ കണ്ടെത്തി. ആ അഭാജ്യ സംഖ്യകൾ കൂട്ടി 7 3 10 15 2 17 17 കണ്ടെത്തി. ആകെ എണ്ണം 4 ആണ്. 4 കൊണ്ട് ഹരിച്ചു. ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ഭാഗം ആകെ എണ്ണമാണ്. 17 ഭാഗം 4 നമ്മൾ 4.25. സിമ്പിൾ ആയിട്ട് ചെയ്തു. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഉത്തരവാണ്. മിക്കവരും തെറ്റിച്ചേക്കുന്ന ഉത്തരം ഇത് തന്നെയാണ് കേട്ടോ. പരീക്ഷയ്ക്ക് അശ്രദ്ധ കൊണ്ടാണോ അഭാജ്യ സംഖ്യകൾ അറിഞ്ഞിടത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. തരുന്ന വീഡിയോകളും തരുന്ന ക്ലാസ്സസും തരുന്ന ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ ശരിയാക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ തെറ്റിക്കുന്നത്. ശ്രദ്ധയോടെ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ 11 കുട്ടികളുടെ ശരാശരി പ്രായം 12 ആണ്. അപ്പോ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 11, ശരാശരി പ്രായം എത്രയാണ്? 12.
11 കുട്ടിയുടെ ശരാശരി പ്രായം 12 ഒരു കുട്ടി കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി 12.5 ആയി. ഒരു കുട്ടി കൂടി വന്നു ചേർന്നു. ഒരു കുട്ടി കൂടി വന്നു ചേർന്നു. വന്നപ്പോ എന്തായി? ശരാശരി വന്നപ്പോ ശരാശരി എന്ന് പറയുന്നത് 12.5 ആയി. 11 കുട്ടികൾക്ക് 12 ആയിരുന്നു. ഒരാൾ കൂടെ വന്നപ്പോൾ ശരാശരി 12.5 ആയി. പുതുതായിട്ട് വന്ന കുട്ടിയുടെ പ്രായമെന്ത്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാ മെത്തേഡും ചെയ്തു നോക്കാം. വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ എളുപ്പം ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആദ്യമേ 11 കുട്ടികൾ ഉണ്ടായിരുന്നു, ശരാശരി പ്രായം 12. രണ്ടാമത് ഒരു കുട്ടിയോട് ചേർന്നപ്പോ 12 കുട്ടികളായി, ശരാശരി പ്രായം 12.5 ആണ്. ഓക്കെ, ഈ 0.5 എന്നുള്ളത് എല്ലാവർക്കും കൂടുന്നുണ്ട്, ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടുന്നുണ്ട്. അപ്പോ ഈ 0.5 ഈ 11 തുല്യമായിട്ട് കൂടുന്നില്ലേ? അപ്പൊ ഇതിന്റെ കൂടെ തന്നെ 0.5. അപ്പം 11 0.5 എത്ര വരും? 11 10 പേർക്ക് ആകുമ്പോഴത്തേക്കും 5.5. അപ്പം 5.5 ആണ് ഇവിടെ അവർക്ക് കൂടുന്നത്. ടോട്ടൽ എത്ര വന്നു? 5 1 5 2 8 18 അല്ലേ? ഉത്തരം 18 അല്ലേ കിട്ടിയത്? മെത്തേഡ് നമ്മൾ ട്രിക്ക് പഠിച്ച മെത്തേഡാണ്. നോക്കി മനസ്സിലായി തരാം. ഒന്നുകൂടെ നോക്കിയോ. 11 കുട്ടികൾ ഉണ്ടായിരുന്നു ആദ്യമേ. അവരുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 12 ആണ്. ശരാശരി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും 12 വീതം ഉണ്ട്. ശരാശരി എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ശരാശരി കണ്ടിരിക്കുന്നത്. ആവറേജ് എല്ലാവർക്കും തുല്യമായിട്ട് എത്ര കിട്ടും, അല്ലെങ്കിൽ തുല്യമായിട്ട് എത്ര ഉണ്ട്? അപ്പൊ എല്ലാവർക്കും തുല്യമായിട്ട് 12 വയസ്സ് വീതം ഉണ്ട്. ഓക്കെ, ഒരു കുട്ടി കൂടി വന്നു ചേർന്നു. അപ്പൊ 12 കുട്ടികളായി. വന്നു ചേർന്നപ്പോൾ ശരാശരി പ്രായം എന്ന് പറയുന്നത് 12.5 ആയി. അതായത് എല്ലാവർക്കും ശരാശരി 12.5 ആയി. 12.5 എല്ലാവർക്കും ആകുമ്പോൾ ഈ 11 പേർക്കും 0.5 വയസ്സ് വെച്ച് കൂടുന്നുണ്ട്, ഇല്ലേ? അപ്പൊ 11 പേർക്ക് 0.5 വെച്ച് കൂടുമ്പോ എത്ര വയസ്സായി? 10 പേർക്ക് ആകുമ്പോഴത്തേക്കും 5 വയസ്സായി. 0.5 വെച്ച് കൂടുമ്പോ 10 പേർക്കാകുമ്പോൾ 0.5 വയസ്സ്. 11 പേർക്കാകുമ്പോൾ 5.5 വയസ്സ്. ആ 5.5 ആണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇത് രണ്ടുകൂടെ കൂട്ടുക. അതായത് കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായം, ശരാശരി പ്രായവും ആ 11 പേരുടെ കൂടിയ വയസ്സും കൂടെ കൂട്ടുമ്പോൾ ഇപ്പോഴത്തെ കറക്റ്റ് കിട്ടും, 18 ആണ് കിട്ടിയത്. ഇനി നമുക്ക് സാധാരണ മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം. ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം അറിഞ്ഞിരിക്കേണ്ട മെത്തേഡ്. ആദ്യത്തെ കേസിൽ 11 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ ശരാശരി പ്രായം എന്ന് പറഞ്ഞാൽ 12 ആയിരുന്നു. ഇവിടുത്തെ സമ്മല്ലേ കണ്ടുപിടിക്കണ്ടേ? സമ്മാണ് കണ്ടുപിടിക്കണ്ടേ. എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? 11 ഗുണം 12 എത്രയാണ്? 12 ഗുണം 10 110. 12 ഗുണം 10 അല്ല 120 ആണ്. 120ഉം 132 തന്നെ. 12 ഗുണം 10 120. 120ഉം 12 കൂട്ടിക്കുമ്പോൾ 132. ഇതാണ് ഫസ്റ്റ് കേസില് ആകെ വയസ്സെന്ന് പറയുന്നത്. സെക്കൻഡ് കേസിൽ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 12 ഉണ്ട്. ഒരാൾ വന്ന് ചേർന്നു. അവരുടെ ആവറേജ് ശരാശരി പ്രായം എന്ന് പറയുന്നത് 12.5 ആണ്. ഓക്കെ, ഇനി അവരുടെ സമ്മ എത്ര ആയിരിക്കും? 12 ഗുണം 12.5 അല്ലേ? 125 ഗുണം 10 1250. 1250. 1250ഉം പിന്നെ 125 125. 1250 250 1500 പോയിന്റ്. രണ്ടാമത്തെ കേസിൽ ആകെ വയസ്സ് എന്ന് പറയുന്നത് 150 ആണ്. എന്താ ചെയ്തേ? 125 ഗുണിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യാം? നമുക്ക് പോയിന്റ് മാറ്റിയിട്ട് 125 എടുത്തിട്ട് ഗുണിക്കാം 12. 125 ഗുണം 10 എത്ര? 1250. 1250 ആണ് 125 ഗുണം 12 10. പിന്നീട് ബാക്കി എന്താ ഉള്ളത്? 125 ഉണ്ട്. 125 ഗുണം 2 അപ്പൊ 250. അപ്പം ആദ്യത്തെ 1250 പ്ലസ്
ഈ 2-ന് ഇവിടെ ഞാൻ 10 അധികം 2 ആക്കി ചെയ്തേ ഉള്ളൂ. 10 ഗുണം 125 1250. 2 ഗുണം 125 എത്രയാണ്? 250. അപ്പൊ 1500. ഈ 1500 ആണ് ഈ 1500 ഇരിക്കുന്നത്. പിന്നെ ദശാംശം മാറ്റിയത് ഉത്തരത്തിൽ എടുത്തിട്ട് കൊടുക്കുക. ഉത്തരം ഇട്ടു. അപ്പൊ വന്ന് 150. ഓക്കെ, ഇനി നോക്ക്. ഇനി പുതുതായിട്ട് വന്നു ചേർന്ന കുട്ടിയുടെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യാം? രണ്ടാമത്തെ ആകെ പ്രായത്തിൽ നിന്നും ഒന്നാമത്തെ പ്രായം കുറച്ചാൽ മതി. രണ്ടാമതിലൊരു കുട്ടി നേർന്നത്. അപ്പൊ 150 നിന്നും നമുക്ക് 132 കുറച്ചാൽ പോലെ എത്ര വന്നു? 50 32 പോയാൽ എത്രയാണ്? 18. 8 2 10 0 ശിഷ്ടം 1 4 3 4 5 150. മനസ്സിലായോ? സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ആ മെത്തേഡ് മനസ്സിലാക്കി ഉത്തരം കിട്ടും. ഫസ്റ്റ് ഞാൻ കാണിച്ച മെത്തേഡ് ട്രിക്കാണ്. ട്രിക്ക് പഠിക്കുന്നവർക്കും ഉപകാരപ്പെടും. രണ്ടും എളുപ്പം എന്ന് തോന്നുന്നത് ഏതാണ് നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നമ്പർ 7. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 8. അപ്പോ കുട്ടികളുടെ എണ്ണം 20 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 8. മറ്റൊരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 10. മറ്റൊരു ക്ലാസ്സിലെ 20 കുട്ടികൾ തന്നെ ശരാശരി വയസ്സ് എത്രയാണ്? 10. ചോദ്യം എന്താണ്? 2 ക്ലാസ്സുകളിലെയും കുട്ടികളെ ഒരുമിച്ചിരുത്തിയാൽ പുതിയ ശരാശരി എത്ര? 2 ക്ലാസ് ഉണ്ട്, ക്ലാസ് 1 ക്ലാസ് 2. 2 ക്ലാസ്സുകളിലെയും കുട്ടികളെ ഒരുമിച്ചിരുത്തിയാൽ ശരാശരി എത്ര? അതാണ് ചോദ്യം. അപ്പൊ നോക്കാം. ആദ്യത്തെ ക്ലാസ്സിലെ സമ്മ് കണ്ടുപിടിക്കാം നമുക്ക്. ഇതില് ശരാശരി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ട് എല്ലാം ചെയ്തു വരണ്ടേ. അപ്പൊ ബേസിക്സ് മനസ്സിലാക്കി ചെയ്യാം ആദ്യമേ. ഈ കേസിൽ സം ആകെ തുക എന്ന് പറയുന്നത് എന്താണ്? ആകെ എണ്ണം, കുട്ടികളുടെ എണ്ണം ഗുണം ശരാശരി. നമ്മൾ പഠിച്ചതാണ് ട്രിക്ക്. ഓർത്ത് വയ്ക്കുക എപ്പോഴും. ആവറേജ് എന്ന് പറയുന്നത് സം ഡിവൈഡ് ബൈ എൻ ആണ്. സം എന്ന് പറയുന്നത് ആവറേജ് ഗുണം എൻ ആണ്. ആണ് എടുത്തിരിക്കുന്നത് ആവറേജ് ഗുണം എൻ. ഇനി ചെയ്യാമല്ലോ. 20 ഗുണം 8 സമയം എത്ര? 8 2 16 160. ഇവിടെ സം 160. ഇവിടോ എസ് എന്ന് പറയുന്നത് എൻ ഗുണം എ ആണ്. നമ്പർ ഗുണം ആവറേജ് ആണ്. 20 ഗുണം 10 സമയം എത്ര വന്നു? 200. രണ്ടിലും കൂടെ ആകെ എത്രയുണ്ട്? ഇപ്പോ രണ്ടിലും ആകെ വരുന്നത് ആദ്യത്തെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? 160. രണ്ടാം ക്ലാസ്സിലോ 200. ആകെ കുട്ടികൾ 360. 2 ക്ലാസ്സിലെയും കൂടെ കൂട്ടി ആകെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ആകെ കുട്ടികളുടെ എണ്ണം നോക്കിയിട്ട് 360. ആകെ കുട്ടികളുടെ എണ്ണല്ല, ആകെ കുട്ടികളുടെ ശരാശരി വയസ്സ് കിട്ടി. നമുക്ക് എത്ര? ശരാശരി ആകെ കുട്ടികളുടെ വയസ്സ് കിട്ടി 360. ഇനി ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇവിടെ 20 ഉണ്ട്, ഇവിടെ ഒരു 20 ഉണ്ട്. 20 20 40. 4 9 9 4 360. എത്ര വന്നു? 9. ചോദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം ചെയ്യാവുള്ളൂ. ഫസ്റ്റ് കേസിൽ നമുക്ക് നമ്പർ ഉണ്ടായിരുന്നു, കുട്ടികളുടെ എണ്ണം ഉണ്ട്, ശരാശരി വയസ്സുണ്ട്. ഈ ആദ്യത്തെ കേസിൽ ശരാശരി വയസ്സ് 8ഉം രണ്ടാമത്തെ കേസിൽ ശരാശരി 10 എന്ന് പറഞ്ഞിട്ട് 10ഉം 8ഉം കൊണ്ട് കൂട്ടി 18 ആക്കി എഴുതി വെക്കരുത്, തെറ്റിപ്പോ. അങ്ങനെ ചെയ്യരുത്. ചെയ്തത് എന്താണ്? ആദ്യത്തെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്നും ശരാശരിയിൽ നിന്നും കുട്ടികളുടെ എണ്ണം കൃത്യമായിട്ടുള്ള ശരാശരി വയസ്സ് കണ്ടെത്തി. കുട്ടികളുടെ ശരാശരിയിലെ കുട്ടികളുടെ ആകെ വയസ്സ് കണ്ടെത്തി. രണ്ടാമത്തെ കേസിലും കുട്ടികളുടെ ആകെ വയസ്സ് കണ്ടെത്തി. 2 വയസ്സുകൾ കൂട്ടുമ്പോൾ 2 കേസിലും 2 ക്ലാസ്സിലുമുള്ള കുട്ടികളുടെ എന്താണ് ആകെ വയസ്സ് കിട്ടി 360. അതിനുശേഷം അവയെ ആ കുട്ടികളുടെ ആകെ എണ്ണം 2 ക്ലാസ്സും കൂടെ 20 കുട്ടികൾ വീതം 40 കുട്ടികളുണ്ട്. ആ എണ്ണം കൊണ്ട് ഹരിച്ചപ്പോ ഉത്തരം കിട്ടി, ശരാശരി കിട്ടി. 2 ക്ലാസ്സിലും കൂടെ ആകെ 9 ശരാശരി ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകും. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ഒരു ക്ലാസ്സിലെ 20 കുട്ടികൾ, എണ്ണം 20,
20 കുട്ടികളുടെ ശരാശരി വയസ്സ്, ആവറേജ് വയസ്സ് എന്ന് എത്രയാണ്? 13. ഓക്കെ, 20 കുട്ടികൾ, ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടെ കൂട്ടിയാൽ ശരാശരി 1 വർദ്ധിക്കുമെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? അപ്പോ ടീച്ചറുടെ വയസ്സ് കൂടെ കൂട്ടിയാൽ ശരാശരി 1 വർദ്ധിക്കുന്നു. അപ്പോൾ ടീച്ചറെയും കൂടെ കൂട്ടുന്നു. അപ്പൊ എത്രയായി? രണ്ടാമത്തെ കേസിൽ ടീച്ചറുടെ വയസ്സ് കൂടുമ്പോൾ 21 പേരായി. അവിടെ 20 കുട്ടികളുടെ കൂടെ ടീച്ചറുടെ കൂട്ടി 21 പേരായി. ടീച്ചറുടെ വയസ്സുകൂടെ കൂട്ടിയാൽ ശരാശരി എന്താവും? 1 വർദ്ധിക്കുന്നു. അപ്പൊ 14 ആയി. ഓക്കെ, വർദ്ധിക്കുന്നെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്. ട്രിക്ക് ഒന്ന് നോക്കാം ആദ്യമേ, അല്ലെങ്കിൽ ബേസിക്സ് ആദ്യം നോക്കാം. ഇവിടെ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് സമ്മ് ചെയ്യുന്നത്? എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല, അറിയാം. ഇപ്പൊ എല്ലാം നല്ല രീതിയിൽ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് പറയായിരിക്കും. ആവറേജ് എന്ന് പറയുന്നത് ആകെ തുക ഭാഗം ആകെ എണ്ണം. ഇവിടെ നമുക്ക് എസ് ആണ് കണ്ടിരിക്കേണ്ടത്. ഇത് തമ്മിൽ ഗുണിക്കുക. അപ്പോ n ഗുണം a സമം 20 ഗുണം 13. 13 ഗുണം 10 എത്ര? 130. 260. 13 ഗുണം 20 സമം 260. ഇനി ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്? n ഗുണം a എന്ന് പറയുന്നത് തന്നെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 21 ഗുണം 14. 21 ഗുണം 14. 14 ഗുണം 10 140. 280. 294. 194. ഓക്കെ, അപ്പോ ഫസ്റ്റ് കേസില് 260 ആണ്. അതായത് കുട്ടികൾ മാത്രമുള്ളപ്പോൾ അവരുടെ ശരാശരി വയസ്സ് 13 ആയിരുന്നു. അവരുടെ ആകെ വയസ്സ് എന്ന് പറഞ്ഞാൽ 260 ആണ്. ടീച്ചറുടെ വയസ്സ് കൂടെ കൂട്ടിയപ്പോൾ ശരാശരി 1 കൂടി എന്ന് പറഞ്ഞു. അപ്പോ 14 ആണ് ശരാശരി എത്തി. 21 പേരെന്ന് മനസ്സിലായി. ആകെ വയസ്സ് 294. ഇനി ടീച്ചറുടെ വയസ്സ് എത്ര കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 294 നിന്നും 260 കുറച്ചാൽ മതി. എത്രയാണ് വയസ്സ് വന്നത്? 34. ഓക്കെ, 34 ഉത്തരം. ശരിയാണ്. ഇനി നമുക്ക് ഇതിന്റെ ട്രിക്കും കൂടെ ഒന്ന് നോക്കാം. 20 കുട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ ശരാശരി വയസ്സ് 13. 21 പേർ വന്നപ്പോൾ ശരാശരി വയസ്സ് എന്തായി? 14 അല്ലേ? ശരാശരി വയസ്സ് 14 ഒപ്പം ഈ 14 വയസ്സെന്നുള്ള പറയുന്ന ആർക്ക് മാത്രമാണ്? ടീച്ചർക്ക് മാത്രമാണോ ആയത്? അല്ല, എല്ലാവർക്കും, അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും 14 ശരാശരി വയസ്സ്. അപ്പൊ 20 പേർക്കും ശരാശരി വയസ്സ് 14 കൂടുന്നില്ലേ? ഒരാൾക്ക് മാത്രമല്ല കൂടുന്നത്. ടീച്ചർ വന്നപ്പോ ഓരോരുത്തർക്കും കൂടി എന്നാണ്, എല്ലാവർക്കും കൂടി. ശരാശരി വയസ്സാണ് കൂടിയിരിക്കുന്നത്. അപ്പൊ 20 പേർക്കും കൂടിയിട്ടുണ്ട് ആ കാര്യം. അപ്പോ ഇതിനെ 20 കൊണ്ട് കൂട്ടുക, 34. ഈ സിമ്പിൾ കാര്യമാണ് നമ്മൾ ഇത്രയും എഴുതി ചെയ്തത്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മെത്തേഡ് തന്നെയാണ് ഇത്. ഈ കാര്യം അറിഞ്ഞെടുത്തിട്ടുള്ള ഇത് നോക്കിയാൽ വേണ്ടി ചെയ്താൽ മതി, ചെയ്ത് കണ്ടുപിടിച്ചാൽ ഉത്തരം കൃത്യമായിരിക്കണം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇതറിയാവുന്നവർക്ക്, ഇത് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇതായിരിക്കും ഏറ്റവും എളുപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ. വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് സമയം വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യനിൽ നിന്നും ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ട്രിക്സ് ആണ്. അപ്പം ബേസിക്സ് നല്ല രീതിക്ക് തറവാക്കുക. ഒരു ക്വസ്റ്റ്യൻ തന്നെ 10-30 തവണ ഒക്കെ എഴുതി പഠിച്ച് ബേസിക്സ് അങ്ങ് തറവാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എളുപ്പത്തിന് എന്ത് ചെയ്യാം? ട്രിക്സ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ക്വസ്റ്റ്യൻ പോവാം. 8 കുട്ടികളുടെ വയസ്സിന്റെ ശരാശരി 13. കുട്ടികളുടെ എണ്ണം 8, വയസ്സിന്റെ ശരാശരി ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 13 എങ്കിൽ ഇവിടെ ആകെ വയസ്സ് എത്ര? സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആകെ വയസ്സ് സമ്മ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാം? 13 ഗുണം 8, 80 8 3 24, 80 24 104. 13 ഗുണം 8 അങ്ങ് ചെയ്താൽ പോലെ. പിന്നെ ഞാൻ 10 അധികം 3 ആക്കി. 8 8 80, 80 3 8 124, 80 24 എത്ര? 104. അതാണ് എഴുതിയേക്കുന്നത്. കണ്ടോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യമേ കുട്ടികളുടെ എണ്ണം വന്നിട്ടുണ്ട്. 8 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറഞ്ഞാൽ 13 ആണ്. ശരാശരി വയസ്സ് 13 എങ്കിൽ ഇവരുടെ ആകെ വയസ്സ് എത്ര? ആകെ വയസ്സ് എന്ന് പറയുന്നത്
ശരാശരി വയസ്സ് ഗുണം ആകെ എണ്ണം. അപ്പൊ എന്ത് ചെയ്യും? കിട്ടുന്ന ഉത്തരം 104. ട്രിക്ക് പഠിച്ചവർക്കൊന്നും നല്ല ബേസിക് അറിയാതെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി 10. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ കണക്കിന്റെ ശരാശരി മാർക്ക് 23. ക്ലാസ്സിലെ കുട്ടികളുടെ കണക്കിന്റെ ശരാശരി മാർക്ക് 23. ഇവിടെ ആകെ മാർക്ക് 276. അപ്പോ ശരാശരി മാർക്ക് തന്നിട്ടുണ്ട്. എന്താണ് ശരാശരി മാർക്ക്? 23. ആകെ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? 276. അപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ട് എന്താ? എണ്ണമാണ് കണ്ടിരിക്കേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. കുട്ടികളുടെ എണ്ണം എത്ര അറിയാലോ, ട്രിക്ക് അറിയാലോ, മെത്തേഡ് പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മള്. ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ഭാഗം ആകെ എണ്ണമാണ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ട എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, ഈ വരെ എന്താ? ഇത് ഹരണമാണ്. എസ് ഡിവൈഡ് ബൈ എ. അപ്പോ എസ് ഡിവൈഡ് ബൈ എ ചെയ്യുമ്പോൾ എണ്ണം കിട്ടും. സമം 276 ഡിവൈഡ് ബൈ എന്താ? 23. 1 ബാക്കി എത്ര? 4 46 2 12. കണ്ടോ? വെട്ടി ചെയ്യാൻ പഠിക്കുക. എന്താ സാധാരണ ഈ ഹരിച്ചു വരുന്ന സമയം കുറെ പോകുന്നുണ്ട്. വെട്ടി ചെയ്യാൻ പഠിക്കുക. സാധാരണ ഹരിച്ചു ചെയ്യുമ്പോൾ 12 എടുത്തോളം നിങ്ങൾക്ക് ചെയ്യാന്നേ ഉള്ളതുകൊണ്ട് 276 23. ഒരു 23 ശിഷ്ടം 4 6 ഇറക്കി 2 23 46. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻസ് പരീക്ഷ കിട്ടുന്നത്. നമ്മൾ പരമാവധി സ്പീഡിന് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും ശരിയായിക്കോളും. ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നിങ്ങളുടെ തൃപ്തിയാണ്. അടുത്ത ഒരു കൂട്ടം